എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പിന്റെ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാ പെൺകുട്ടികളുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു സോളോ ട്രിപ്പ് പോകുന്നത്. അതുപോലെ തന്നെയായിരുന്നു എനിക്കും. പക്ഷെ എനിക്കും ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എങ്ങനെയാ, എന്താ ചെയ്യേണ്ട, എപ്പോഴാ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ അവിടെ ചെന്നാൽ എങ്ങനെയാ റൂം എടുക്കേണ്ടത്, അങ്ങനെ യാതൊരു ഐഡിയ എൻ്റെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയായിരിക്കും, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ജോലിയിൽ നിന്ന് ട്രിപ്പ് പോകാനൊന്നും നമുക്ക് ലീവ് കിട്ടില്ല. അസുഖമാണെന്ന് കള്ളം പറഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ലീവ് എടുക്കേണ്ടത്. പക്ഷെ പക്ഷെ ഞാന് ഒരു മാസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ഒരു മാസത്തെ നോർത്ത് ഇന്ത്യ ട്രിപ്പ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്യേണ്ടെന്ന് ഒരു ആഗ്രഹമില്ല. അപ്പൊ എന്തായാലും ഞാൻ അമൃതയിലായിരുന്നു ആ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അമൃതയിലെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. എന്തായാലും ഒരു ട്രിപ്പ് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ട്രെയിനിൽ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ടിക്കറ്റിന്റെ റേറ്റ് എങ്ങനെയാണ്, എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ എന്തായാലും നോർത്ത് ഇന്ത്യ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഞാനിങ്ങനെ ടിക്കറ്റ് കുറെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടു ഋഷികേശിലേക്ക് ഒരു ടിക്കറ്റ് ഉണ്ട്. അതായത് ട്രിവാൻഡ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഋഷികേശിൽ അവസാനിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിന്റെ പേരെന്തായിരുന്നു, യോഗ് നാഗരി ഋഷികേശ്, അങ്ങനെ ഒരു ട്രെയിൻ ആയിരുന്നു. നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തു, ഇടം വരെ നോക്കിയില്ല, ഒരു AC ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. കാരണം എനിക്കിങ്ങനെ എന്താ ഭൂമിയുടെ സ്പന്ദനം അറിഞ്ഞ് യാത്ര ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഫ്ലൈറ്റിൽ നമുക്ക് നോർമലി പോകാം, പക്ഷെ അത്ര ആ ഒരു ഗുമ്മുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ തന്നെ പോകാന്ന് വിചാരിച്ചു. ഏകദേശം 2.5 ദിവസത്തോളം എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. ട്രെയിനിൽ തന്നെ യാത്ര ചെയ്ത് അവിടെ എത്താനായിട്ട് നമുക്ക് 2.5 ദിവസം എടുക്കും. അപ്പൊ ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എന്റെ ടിക്കറ്റ് കൺഫേം ആയില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതായത് ഇന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. നെക്സ്റ്റ് ഫ്രൈഡേ പോകാനായിരുന്നു. അതായത് ഒരാഴ്ചത്തെ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ടിക്കറ്റ് കൺഫേം ആവുന്ന പോലും അറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ അങ്ങ് ബുക്ക് ചെയ്തു. പോകുന്നതിന്റെ രാവിലെ അന്ന് വരെ, അതായത് ഫ്രൈഡേ ആയിരുന്നു ട്രെയിന്, അന്നും എന്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലായിരുന്നു. രാവിലെ ഞാൻ എന്തായാലും എറണാകുളത്ത് നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്. എറണാകുളത്ത് നിന്ന് പോകാനായിരുന്നു പ്ലാൻ. അപ്പൊ ഞാൻ എറണാകുളത്ത് വീട്ടിൽ നിന്ന് ഞാൻ ഫ്രണ്ട്സിന്റെ ഹോസ്റ്റലിലോട്ട് പോയി നിന്നു. അടുത്ത ദിവസം രാവിലെ ആയിരുന്നു എനിക്ക് ട്രെയിൻ. അപ്പൊ രാവിലെ ഞാനിങ്ങനെ നമ്മുടെ ചാർട്ട് പ്രിപ്പയർ ആവുന്ന സമയം ചെക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് കൺഫേം ആയി. പക്ഷെ അത് RAC ആയിരുന്നു. പിന്നെ അതായത് എത്ര ദൂരെ വരെ കൂടെ ആളുണ്ടാവും പറഞ്ഞു. അപ്പൊ നമ്മളൊരു ആ ഒരു സീറ്റ് ഷെയർ ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ എന്തായാലും ടിക്കറ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും, എനിക്ക് ഒരു ബാഗും ഒരു ബാക്ക് പാക്കും പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഒരു ചെറിയ ബാഗ് ഇട്ടിട്ടാണ് പോയത്. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടുകാരോടൊക്കെ ബായ് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആ ഒരു ഡ്രീം ജേർണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആക്ച്വലി നടന്നത് ലാസ്റ്റ് ഒക്ടോബർ ആണ്. കമ്മിങ് ഒക്ടോബർ ആകുമ്പോൾ അത് 1 വർഷമാവും. പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി, കാരണം ഭയങ്കര രസമായിരുന്നു. ഇതൊരു കഥയായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം കൺവേ ആവുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ പറയാം. എന്നിട്ട് അങ്ങനെ ഞാൻ ആ ഒരു ഫ്രൈഡേ രാവിലെ ട്രെയിൻ അങ്ങ് കയറിയിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഒരു ആന്റി ആയിരുന്നു. പുള്ളിക്കാരിയുടെ മോള് ഋഷീഷിൽ എന്തോ പഠിക്കുക എന്തോ ചെയ്യുക. പുള്ളിക്കാരി മോളെ കാണാൻ വേണ്ടി പോവാ. കൂടെ കുറെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടു. അപ്പോ ഋഷികേശ് വരെ RAC പോകണോ, നമുക്ക് കുറച്ച് 5-6 മണിക്കൂറത്തെ ട്രാവൽ അല്ല, 2.5 ദിവസം ഉറങ്ങിയൊക്കെ വേണം. അപ്പൊ എനിക്ക് ടെൻഷനായി. ഈശ്വരാ, 2.5 ദിവസം ഇങ്ങനെ തന്നെ ഷെയർ ചെയ്ത് പോവേണ്ടി വരുമോ? അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് TTR വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് മാറ്റി തരാമെന്ന്. അപ്പൊ ഞാൻ ഒരു ഈവനിങ് വരെ പുള്ളിക്കാരിയായിട്ട് ഷെയർ ചെയ്തായിരുന്നത്. ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് മാറ്റി വേറൊരു സീറ്റ് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി. പക്ഷെ അവിടെ പോയപ്പോഴായിരുന്നു കേട്ടോ രസം. നമ്മൾ നോർമലി ഒരു യാത്ര നമ്മൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആ ഗ്രൂപ്പ് അവരോട് മാത്രം സംസാരിക്കും. പ്രത്യേകിച്ച് നമുക്കങ്ങനെ, അതായത് നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അച്ഛനമ്മയും കൂടെ പോവുകയാണെങ്കിൽ അച്ഛനമ്മയും നമ്മളെ ടേക്ക് കെയർ ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടെയോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവുകയാണെങ്കിൽ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ജസ്റ്റ് അവരുടെ കൂടെ പോകുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ അവരോടൊപ്പം ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എല്ലാവരുടെയും എല്ലാമായിട്ട് നമ്മൾ മാറും. അതായത് ഞാൻ പോയപ്പോൾ കുറെ എയർഫോഴ്സിൽ അങ്കിൾമാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്റെ പ്രായത്തിലുള്ള ഒരു മോളുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവരുടെ ഒരു മോളായി മാറി. കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അവരുടെ ഒരു പെങ്ങളായി ഞാൻ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഒരു ആളായിട്ട് മാറും. അതായത് നമ്മൾ ആ ഭൂമിയിലെ എല്ലാ ആൾക്കാരും നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മളൊരു സോളോ ട്രിപ്പ് പോകുമ്പോൾ. ഞാനൊരു 5-6 ചപ്പാത്തിയും പാക്ക് ചെയ്താണ് കേട്ടോ പോയത്. എനിക്ക് കറിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എയർഫോഴ്സിൽ അങ്കിൾമാർ അവര് ആക്ച്വലി പഞ്ചാബിലേക്ക് പോകാനായിരുന്നു. അപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാനായിരുന്നു അവരുടെ പ്ലാൻ. അവരുടെ കയ്യിലുണ്ടായിരുന്ന കറി, ചിക്കൻ, അവര് ഫുൾ സെറ്റപ്പ് ആയിട്ടാ വന്നത്. അവരുടെ കയ്യിൽ ചിക്കൻ ഫ്രൈ, കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കുറച്ച് ചപ്പാത്തി, അപ്പൊ 2.5 ദിവസം ഞാൻ ഈ ഒരു ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. കാരണം കൂടുതൽ കഴിച്ച പ്രശ്നമാവും, ട്രെയിനിലാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു ചപ്പാത്തിയും അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങനെ 2.5 ദിവസം സെറ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഞാൻ കുറെ പേര് പരിചയം കിട്ടും കേട്ടോ. ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ, അതായത് കേരളം കഴിയുമ്പോഴത്തേക്ക് വേറെ ലാംഗ്വേജിലെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും.
ഞാനിപ്പോ ആക്ച്വലി ഒരു പാർക്കിലായിരിക്കുന്നത്. പാർക്കിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അങ്ങനെ നമുക്ക് ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും, അവരോടൊക്കെ സംസാരിക്കാൻ പറ്റും. ഇതുപോലെ ഋഷികേശിൽ ഡയറക്റ്റ് വരുന്ന കുറെ പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നൊരു പെൺകുട്ടിയുണ്ട്. ഋഷികേശിൽ നമുക്കറിയാം യോഗയുടെ ക്യാപിറ്റൽ എന്നാണ് ഋഷികേശ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ യോഗ പഠിക്കാനായിട്ട് കുറെ പേര് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ 2.5 ദിവസം നല്ല രസമായിരുന്നു. കുറെ ആൾക്കാരായിട്ട് സംസാരിച്ചു. അങ്ങനെ ഫൈനലി 2.5 ദിവസം കഴിഞ്ഞ് ആ വെയിറ്റിംഗ് മൊമെന്റ്, അതായത് 2 ദിവസം പെട്ടെന്ന് പോയി. അവസാനത്തെ ആ ഒരു അര ദിവസം മോർണിംഗ് ആകുമ്പോൾ എത്താൻ ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യും. എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ എന്റെ ഫസ്റ്റത്തെ സോളോ ട്രിപ്പ് ഞാൻ എത്തിയത് ഋഷികേശാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെന്റെ 1 മാസത്തെ ട്രിപ്പാണ്, 1-2 അല്ല. എനിക്ക് ഒരു പ്ലാനും ഇല്ല ആക്ച്വലി. ഞാൻ ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഋഷികേശിലൊരു ട്രെയിൻ കണ്ടപ്പോൾ അങ്ങ് ബുക്ക് ചെയ്തതേ ഉള്ളൂ. എനിക്ക് അവിടെ എന്താ ഉള്ളത്, എവിടെയാ സ്റ്റേ ചെയ്യേണ്ടത്, ഒരു പ്ലാനും ഇല്ല. അപ്പൊ ട്രെയിനിൽ ഇരുന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ആ റൂമിന്റെ സൈറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ഹോസ്റ്റൽ, എന്തായാലും ഞാൻ റൂം എടുക്കാൻ പോകുന്നില്ല, ചിലവ് ചുരുക്കി കൂടുതൽ ട്രാവൽ ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. അപ്പൊ ഞാനൊരു റൂം, ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ, അപ്പൊ ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തു. ഹോസ്റ്റൽ ഓഫ്. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തു. അപ്പൊ ഞാൻ എന്തായാലും ഋഷികേശ് എത്തുമെന്ന് അറിയാം. അപ്പൊ ഒരു അപ്പർ തപോവൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു ഹോസ്റ്റൽ ഉള്ളത്. അപ്പൊ എനിക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സ്ഥലത്തോട്ട് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എന്റെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. നമ്മുടെ ഫസ്റ്റത്തെ ജേർണി ആ ഒരു പവർഫുൾ ആയിട്ട് ഇറങ്ങി ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ നടന്ന് ഞാനൊരു ഓട്ടോ എടുത്ത് എന്റെ ഹോസ്റ്റലിൽ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഓട്ടോ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എന്റെ ഫസ്റ്റ് ഡേ ആണെന്ന് ഓർക്കണം, ഞാൻ ആദ്യത്തെ എന്റെ സോളോ ട്രിപ്പാണെന്ന് ഓർക്കണം. ഞാൻ പുറത്തിറങ്ങി വേറെ ഒരു മെയിൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്ന് എന്റെ കാലിലിടിച്ചു. അതായത് ആ കമ്പി, ആ ഒരു ഓട്ടോയുടെ ഒരു സൈഡിൽ ഒരു കമ്പി വന്ന് എന്റെ കാലിലിടിച്ചു. എന്റെ കാല് മുറിഞ്ഞു, ചോര. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ചോര കണ്ട എന്റെ ജേർണി ആരംഭിച്ചത്. എനിക്ക് ഫുള്ള് മൂഡ് പോയി കേട്ടോ. എന്താ ഇനിയിപ്പോ, എനിക്ക് വീട്ടിൽ പോകണോ, തിരിച്ചു പോകാനും പറ്റില്ല, എങ്ങോട്ടാ. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ചോരയും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്റെ ബുക്ക് ചെയ്ത ഊബർ വന്നു, അതിൽ കയറിയിരുന്നു. അതിലെ അങ്കിള് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, റൂമിൽ എത്തിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ റൂമിൽ എത്തിച്ചു. ഞാൻ എന്റെ റൂം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ. അങ്ങനെ ഞാൻ റൂം എടുക്കുക, ഞാൻ എന്റെ ആ ഹോസ്റ്റലിൽ എത്തി. അവിടെ നിന്ന് ഞാൻ എന്റെ ബാഗും ലഗേജും, അവിടെ ആണെങ്കിൽ ലിഫ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ എന്റെ റൂം വരുന്നത് ഏകദേശം 3-ാമത്തെ നിലയിലാണ്. അപ്പൊ 3-ാമത്തെ നിലയിൽ ഞാൻ ആ ഒരു ചോരയും കാല് മുറിഞ്ഞ ആ കാലും പിന്നെ എന്റെ ബാഗും ഒക്കെ കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ 3-ാമത്തെ നിലയിലെത്തി. അങ്ങനെ ഞാൻ റൂമിൽ പോയപ്പോൾ അതൊരു 6 ഷെയറിംഗ് ആയിരുന്നു. നമ്മള് സോളോ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഹോസ്റ്റൽ എടുക്കുന്ന, ലേഡീസ് ഉള്ള റൂം എടുക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അപ്പൊ ഞാൻ എന്റെ ആ ഒരു റൂമിലെത്തി. പിന്നെ എന്റെ കാലൊന്ന് നോക്കി, എന്റെ പാന്റ് കീറി, അതിന്റെ അകത്തുനിന്ന് എന്റെ ഫ്ലഷും പോയി, അവിടെ നിന്ന് ചോര വരുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വേദനിച്ചിരുന്നു. എന്റെ കയ്യിൽ ആക്ച്വലി ഞാൻ കുറച്ച് പനിക്കും ജലദോഷത്തിനും അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ കാല് മുറിയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊക്കെ ആയിട്ട് വേണം പോകാൻ. അപ്പൊ എന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ റൂമിൽ ഒരു ജാപ്പനീസ് ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു, മീവ. അപ്പൊ പുള്ളിക്കാരി ആയിരുന്നു, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് മീവ, ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ മീവ കണ്ടിട്ട് പുള്ളിക്കാരിയിൽ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല കേട്ടോ, ഫസ്റ്റ് ആയിട്ട് അന്ന് കാണുക. പുള്ളിക്കാരി വന്ന് എന്റെ സ്വന്തം ഒരു ചേച്ചിയെ പോലെ, അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിനെ പോലെ എന്റെ കാല് ഫുള്ള് ക്ലീൻ ആക്കി, ബാൻഡേജ് ഒക്കെ ഇട്ട് ക്ലിയർ ആക്കി തന്നു. ഇതാണ് നമ്മളുടെ സോളോ ട്രിപ്പിൽ ഒരു ബ്യൂട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുടെ അടുത്ത് വരികയും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മീവ എന്റെ ഫസ്റ്റത്തെ സുഹൃത്താണ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഋഷികേശിലെ ഫസ്റ്റ് ഡേ ആയിട്ടേ ഉള്ളൂ. ഇതുപോലെ ഓരോ ദിവസവും, അതായത് ഒത്തിരി ആൾക്കാരെ കാണും, ഒത്തിരി എക്സ്പീരിയൻസ്. അങ്ങനെ മീവെ ഞാൻ നല്ല ഫ്രണ്ട്സ് ആയി, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളിക്കാരിയും ജപ്പാനിലാണ് ജനിച്ചത്, പക്ഷെ ജർമ്മനിയിലാണ് സെറ്റിൽഡ്. ഇന്ത്യയിൽ എങ്ങനെ പുള്ളിക്കാരി 2-3 മാസത്തേക്ക് ട്രാവൽ ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, ഫ്രണ്ട്സ് ആയി. അപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം ഒരുമിച്ച് പോകാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ ഒന്ന് പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. പുള്ളിക്ക് അന്ന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോയില്ല. പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നില്ല. ഞാൻ എന്തായാലും പുറത്തിറങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എന്റെ ബാഗൊക്കെ വെച്ചു, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി, കുറച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം ട്രെയിനിൽ 2.5 ദിവസം ഞാൻ ഒരേ ഡ്രസ്സാണ് ഇട്ടത്, ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നല്ല ഫ്രഷ് ആയി, കുട്ടപ്പിയായി. അടുത്ത ദിവസം ആ ദിവസം തന്നെ ഈവനിങ് ഞാൻ പുറത്തിറങ്ങി. ഋഷികേശിന്റെ വൈബ് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ കേട്ടോ. ഇന്ത്യക്കാരെക്കാളും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് ഫോറിനേഴ്സ്. ആക്ച്വലി അവിടെ എന്തോ ഫെസ്റ്റിവൽ എന്തോ നടക്കുമായിരുന്നു. അപ്പൊ ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നടക്കും. ആക്ച്വലി എനിക്കൊരു പ്ലാൻ, ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നും എനിക്ക് അറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്തു എന്തൊക്കെയാ അടുത്ത് പോകാൻ പറ്റി എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ഒരു റിവറും
ഗംഗാ നദിയൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടു. ഒരു റിവർ സൈഡ് ഉണ്ട്, മാപ്പിൽ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. വഴി കൂടെ ഒരു ഇറക്കമായിരുന്നു. അവിടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി, ഫോറിനറാണ്, കാണാൻ സുന്ദരിയാണ്, എന്റെ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ട്, എനിക്കും പുള്ളിക്കാരിയോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഒരു മടിയാണ് സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട്. എന്നിട്ട് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പരിചയമില്ലല്ലോ, സെക്യൂരിറ്റി വന്നു, ഇനി പറഞ്ഞു വിടുമോന്ന് അറിയില്ല. അപ്പോ പറഞ്ഞു വിട്ടില്ല. അപ്പൊ നമുക്ക് കഥ തുടരാം. അപ്പൊ രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരു ചമ്മലായിരുന്നു. അപ്പൊ നമ്മുടെ ലില്ല കേറി ലില്ല എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ അടുത്ത ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ ഫസ്റ്റ് ഡേ ആണ്, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തിറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. സംസാരിച്ചപ്പോ ആ ലില്ലയാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, ലില്ല കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഒരു മാസം എന്റെ കൂടെ താമസിച്ചു. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ പുള്ളിക്കാരി എന്റെ കൂടെ വന്നായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി തിരിച്ച് നെതർലൻഡ്സിൽ പോയി അവിടെ ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുക. അപ്പൊ അവൾ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആഫ്രിക്കയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ലില്ല അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഋഷികേശ് വെച്ചാണ് കാണുന്നത്. ഞങ്ങൾ കുറെ സംസാരിച്ചു. അപ്പൊ ലില്ല പറഞ്ഞു ഒരു സ്പോട്ട് ഉണ്ട്, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഫസ്റ്റ് ഡേ ഞാൻ ലില്ലയുടെ ഒപ്പമാണ് ഒരു പുതിയൊരു സ്പോട്ടിലോട്ട് പോകുന്നത്. അവിടെ പോയപ്പോ എന്റെ എങ്ങനെയാ പറയാ, ഒരു റിവർ സൈഡ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല, വേറൊരു സ്ഥലമായിരുന്നു. കുറെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ, അത് നമുക്കറിയാം ഗംഗയുടെ അടുത്ത് നമുക്കറിയാൻ പറ്റും ആ ഒരു വെള്ള കളറിലെ കല്ലുകൾ കുറെ ഇങ്ങനെ. പിന്നെ ഒരു റിവർ, അപ്പുറത്തൊരു മൗണ്ടെയിൻ ഫുള്ള് ഗ്രീനറി, കുറെ മരങ്ങള്. ആ ഒരു സമയത്ത് സൺസെറ്റ് ആയിരുന്നു. എന്ത് രസമായിരുന്നു ആ ഒരു കറക്റ്റ് സൺസെറ്റ് സമയത്താണ് ഞാൻ എത്തിയത്. എന്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഭയങ്കര, രാവിലെ അറിയാം എന്റെ കാല് മുറിഞ്ഞ് ചോര വന്നിട്ടുണ്ട്, ഒക്കെ പ്രശ്നമായിരുന്നു. പക്ഷെ ആ ഒരു വ്യൂ കണ്ടപ്പോ എന്റെ ആ ഒരു എല്ലാം മാറി. കാരണം എനിക്ക് അന്ന് എനിക്ക് ലില്ലയോട് ഭയങ്കര സ്നേഹം തോന്നി. കാരണം അവളാണ് എനിക്ക് ആ ഒരു സീനറി കാണിച്ചു തന്നത്, എന്നെ ആ ഒരു പോസിറ്റിവിറ്റി. അതെങ്ങനെ ആ ഒരു സ്ഥലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഭയങ്കര രസമായിരുന്നു. നല്ല ശാന്തമായിട്ടുള്ള നദി, അവിടെ ഗ്രീനറി, മരങ്ങള്, മൗണ്ടെയിൻ, സൺസെറ്റ്, കല്ലൊക്കെ എക്സാക്ട്ലി നമ്മളൊരു പെയിന്റിങ് കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. അവിടെ ഞാൻ കുറെ സമയം ഇരുന്നു. പക്ഷെ ലില്ലയ്ക്ക് തിരിച്ചു പോകണമായിരുന്നു. ലില്ല അവിടെ യോഗ പഠിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ തിരിച്ച് കയറാൻ ടൈമിംഗ് ഉണ്ട്. പുള്ളിക്കാരിക്ക് ആക്ച്വലി ഫുഡ് പോയിസൺ ആയിരുന്നു. അപ്പൊ അതിന് മരുന്ന് വാങ്ങാൻ വന്നപ്പോഴാണ് എന്നെ കണ്ടുമുട്ടിയത്. അങ്ങനെ ലില്ല അവിടെ നിന്ന് മരുന്ന് മേടിക്കാനായിട്ട് തിരിച്ചു പോയി. പക്ഷെ ഞാൻ അവിടെ കുറെ സമയം ഇരുന്നു, രാത്രി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. ഗൈസ്, മഴ പെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. എൻ്റെ കുടയുണ്ട്, അതൊക്കെ കുട എടുക്കാം. മഴ, പാർക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു മാസത്തെ സോളോ ട്രിപ്പാണ് എൻ്റെ. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഋഷികേശ് എത്തിയ കഥയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി ഓരോ ദിവസത്തെ കഥയുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായിട്ട് വരാം. ബൈ ബൈ.